ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളുടെ കാറില് താൻ വരുന്നേ. അപ്പൊ യൂണിഫോം ഇട്ടോണ്ട് വന്നാ മതി. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എടിയും എടാ ഒന്നുമല്ല, ഋതിക. അതാ എന്റെ നെയിം. അങ്ങനെ വിളിച്ചാ മതി. അതെ, കൂടപ്പിറപ്പെന്ന സോഫ്റ്റ് കോർണർ കൊണ്ട് പറയുന്നതാ. അവനെ മൂലക്കിരുത്തല്ല വേണ്ടത്, നിഷ്കരണം അങ്ങോട്ട് തട്ടിക്കളയണം. താങ്ക് യു അകളെ, താങ്ക് യു. ദേ, ഈ ഒരു വാക്ക് കേൾക്കാനാ ഞാൻ ആഗ്രഹിച്ചത്. അയാളെ എന്റെ കൈ കൊണ്ട് ഞാൻ തീർത്തു തരാം. മോൻ തന്നെ അവനെ കൊന്നാ മതി. എനിക്കവനെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ മോന്റെ ആഗ്രഹത്തിന് ഞാൻ വില കൽപ്പിക്കുന്നു. അവനെ കൊല്ലാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. മോൻ ധൈര്യമായിട്ടിരിക്കുക. നീ ഒരു മുത്തടാ ചക്കരേ. തനിക്ക് മുത്ത് പോലത്തെ ഒരു മകളുണ്ടല്ലോ, അവൾക്ക് ചുറ്റും വലം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ട് കൂടിയാ ഞാൻ. നിന്നെ ഞാൻ ഒരു സ്ഥാനത്തെത്തിക്കും. എന്നിട്ട് ഒരു സിംഹാസനത്തിൽ അങ്ങ് ഇരുത്തും. നീ പോട്ടവുകൾ കയറി പോകുമ്പോ കോണിപ്പടികൾ ഞാൻ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അച്ഛൻ മുഖം കറുപ്പിച്ചു എന്ന് പറഞ്ഞ് മൂടോട്ടൊന്നും ആവണ്ട. അച്ഛന്റെ പിണക്കൊക്കെ വെറും സൗന്ദര്യ പിണക്ക. അത് പെട്ടെന്നങ്ങ് മാറും. എന്നിട്ടാണോ അമ്മയുമായിട്ടുള്ള പിണക്കം കഴിഞ്ഞ 10-20 വർഷമായിട്ട് തുടരുന്നത്? രാജു, അതുപോലെ അല്ലല്ലോ ഇത്. പറയാൻ പറ്റില്ല ഋതു. എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒത്തിരി സ്നേഹമുള്ള ചില മനുഷ്യര് പിണങ്ങിയാൽ പിന്നെ പിണങ്ങിയതാന്ന്. രാജു എന്തിനാ ഈ അരുതാത്തതൊക്കെ ചിന്തിക്കുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല രാജു. എന്റെ അച്ഛൻ അത്തരക്കാരനൊന്നും അല്ല. അച്ഛൻ എന്നെ വെറുത്താലും രാജുവിനെ ഒരിക്കലും വെറുക്കില്ല. അതെനിക്ക് ഉറപ്പാ. ഇവളുടെ ഒരു കാര്യം. അവിടെ നോക്കി, ഉടനെ 4 കുഞ്ഞിക്കാലുകൾ വേണ്ട കക്ഷികൾ അവിടുന്ന് വരുന്നുണ്ട്. ചേച്ചി രാജുവേട്ടനും ഞങ്ങളെ കണ്ടപ്പോ എന്തോ പറഞ്ഞു ചിരിച്ചല്ലോ. നല്ല തമാശയാണെങ്കിൽ ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ. അപ്പൂ, അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. അതൊക്കെ ഞാനും എന്റെ ചെറിയമ്മയും തമ്മിലുള്ള തമാശ. മോളെ അപ്പു, നിനക്ക് ഈഗോ നടിക്കണ്ട. ഇതിങ്ങനെയാ. ചെറിയമ്മയും ഋതുമോളും കൂടി കൂടിയ നമ്മളൊക്കെ ഔട്ടാ. ഇവര് നല്ല കെമിസ്ട്രി അല്ലേ രാജുവേട്ടാ? കെമിസ്ട്രി ആണോ ബയോളജി ആണോ എന്നൊന്നും എനിക്കറിയില്ല. ചെറിയമ്മ മോളും തമ്മില് നല്ല ബോണ്ടാ. ദേ, പരുന്തുകൾ പറന്ന് വരുന്നുണ്ട്. രാഗി പറക്കുന്ന ചെമ്പരുന്തുകൾ. അപ്പു, ഇത്തരം പരിഹാസമൊന്നും വേണ്ട കേട്ടോ. കാര്യടങ്ങേറെ കാര്യമാണെങ്കിലും അവരെന്റെ കൂടെ പിറപ്പാ. സോറി അച്ഛാ. ഇതാണോ ക്ലീനറുടെ യൂണിഫോം? അതോ ഓഫീസ് വരുമ്പോ ഇട്ടാ പോരെ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഞങ്ങളുടെ കാറില് താൻ വരുന്നേ. അപ്പൊ യൂണിഫോം ഇട്ടോണ്ട് വന്നാ മതി. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എടിയും എടാ ഒന്നുമല്ല, ഋതിക. അതാ എന്റെ നെയിം. അങ്ങനെ വിളിച്ചാ മതി. യൂണിഫോം ഇട്ടോണ്ട് വരുന്നുണ്ടോ അതോ ഞാൻ അച്ഛനോട് പറയണോ? വേണ്ട, ഞാൻ യൂണിഫോം ഇട്ടിട്ട് വരാം. ഗുഡ്.
ഒരു ചക്ക വീണ് മൊയില് ചത്തൂന്ന് കരുതി എല്ലായ്പ്പോഴും ചക്ക വീണ് മൊയില് ചാവില്ല. ഇത് എന്തോന്ന് എക്സാമ്പിളാ? ഈ മൊയിലുകളെല്ലാം കൂടി പ്ലാവിന്റെ ചോട്ടിലാണോ താമസിക്കുന്നത്? ശരിപ്പാ സർ, സി എ കോടതി വിസ്തരിക്കുന്ന ദിവസം എന്നാ? അതവിടെ നിൽക്കട്ടെ, എനിക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമുണ്ട്. ബാശര നീ ടെൻഷനൊന്നും ആവണ്ട. കുറച്ചു നാളത്തേക്ക് ഏട്ടന്റെ കാര്യം ഇങ്ങനെയാ, ഞാൻ നോക്കിക്കോളാം. ചേട്ടന്റെ കൂടെ നടന്ന സമയം കളയാതെ നീ ഋതുമോളോട് കൂടുതൽ ഇടപഴകാൻ ഏട്ടൻ കാണിക്കുന്ന ഒരു തന്ത്രമല്ലേ ഇത്? മകളോടുള്ള സ്നേഹം അങ്ങനെ കരുതിയാ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ സാറിനത് എന്നോട് തുറന്നു പറഞ്ഞാ പോരെ? അങ്ങനല്ല. ലേറ്റായി. നീ വരുന്നുണ്ടോ ശേര? ശരി. രാജു, ദാ പിയൂണ് വന്നു. ഏട്ടാ, രാജുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുറപ്പാ. അവന് സംശയങ്ങൾ തോന്നിത്തുടങ്ങുന്നത് സ്വാഭാവികം. ഇല്ലെങ്കിൽ അവൻ മണ്ടനല്ലേ ശേര? അവനിത് അറിയാതിരിക്കുന്നിടത്തോളം കാലം അവന് നല്ലത്. എന്റെ കാര്യം അറിഞ്ഞ എന്നെക്കാൾ കൂടുതൽ അവൻ വിഷമിക്കും. എന്നോട് ആത്മാർത്ഥയും സ്നേഹമുള്ള അവനെ ഞാൻ എങ്ങനെയാ വേദനിപ്പിക്കുക? രാജു ഹൃദയം കുട്ടികളാ. അവരുടെ സന്തോഷങ്ങളായിട്ട് പോട്ടെ. അവൻ അറിഞ്ഞ ഉറപ്പായിട്ട് മോളും അറിയും. അത് വേണ്ട. ശേഖര, ഡോക്ടർ എന്തിനാ ഇത്ര അത്യാവശ്യമായിട്ട് വിളിച്ചിരിക്കുന്നത്? എന്തോ വല്ലാത്തൊരു ടെൻഷൻ. ഋതു, ഇവനിട്ടൊരു പണി കൊടുക്കണ്ടേ? കൊടുക്കാം. അകലേ